5 മാസത്തിന് ശേഷം നമ്മുടെ കൂട്ടുകാരനെ കണ്ടെത്തിയിരിക്കുന്നു. കൂട്ടുകാരൻ ബാംഗ്ലൂർ കണ്ണായി ഞങ്ങൾ കാണാൻ വേണ്ടിയിട്ട് കുറേ കാലം അമ്പലത്തിലും കുടുംബായിട്ട് റോഡ് സൂപ്പർ റോഡ് കുതിരാണ്ടാണ് നമ്മൾ വടക്കുന്നതിൻ്റെ അമ്പലത്തിൻ്റെ അവിടെ പാർക്കിങ്ങിലെത്തിയിട്ടുണ്ട്. വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മളപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സമാധാനത്തിലൊന്ന് അമ്പലത്തിൽ പോയി തൊഴുതിയിട്ട് വരട്ടെ, അത് കഴിഞ്ഞിട്ടാണ് പരിപാടി. ഓക്കെ, നല്ല രീതിയിലുള്ള തിരക്കുണ്ട്. ഇന്ന് സൺഡേയും കൂടിയാണ്, അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പോൾ അത്യാവശ്യത്തിനുള്ള തിരക്കുണ്ട്. അമ്പലത്തിലില്ലെങ്കിലും ചുറ്റും ആൾക്കാരിൻ്റെ തിരക്കുണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ അമ്പലത്തിൽ പോയിട്ട് വരാം. ബാംഗ്ലൂർ കണ്ണായി നമ്മൾ അമ്പലത്തിൽ പോയി തൊഴുതി ഇറങ്ങിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് കണ്ണാ? ഞങ്ങൾ ഒരു 5 മാസത്തിന് മുമ്പായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു. അതെ, ഞങ്ങൾ 5 മാസത്തിന് ശേഷമാണ് ഇപ്പോൾ കണ്ടുമുട്ടുന്നത്. കഴിച്ചിട്ട് മതി നമുക്ക് പരിപാടി. രാമൻ നിൽക്കുന്നതിൻ്റെ കാൽപാദം പതിഞ്ഞ സ്ഥലമാണ്. ഇവിടെ ഒരു ഓളമുണ്ട്. നമ്മളിതാ ഇവിടെ നല്ല രീതിയിലുള്ള തിരക്കുണ്ട്. എല്ലാവരും സമാധാനവും ശാന്തിയുമായിട്ട് മൈതാനത്തിൽ ഫുള്ള് ഇരിക്കുന്നുണ്ട് എല്ലാവരുടെയും. നമ്മൾ കുറേ നേരം മറ്റേ എക്സിബിഷനാണ് നമ്മളിതിൽ കയറുക നടക്കുക. അവിടെ എക്സിബിഷൻ തുടങ്ങി. ഇത്ര ഞാൻ ഒന്നുകൂടി നടക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നു. എക്സിബിഷനാണ് അവിടെ എക്സിബിഷനാണ് അവിടെ നടക്കണമെന്നാണ് കണ്ണൻ പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം എക്സിബിഷൻ എങ്ങനെയാണ്. എക്സിബിഷൻ ഇല്ല. നമുക്കിനി തൃശ്ശൂർ പൂരത്തിൻ്റെ അന്ന് വന്നിട്ട് എക്സിബിഷൻ തുടങ്ങാം. അല്ലാണ്ട് നടക്കില്ല. അത് എക്സിബിഷൻ ടിക്കറ്റ് ഓപ്പൺ ആക്കിയിട്ടില്ല. ടിക്കറ്റ് ഇല്ല. നമുക്ക് പിന്നീട് നോക്കാം. ഞങ്ങൾ ഒരിക്കൽ കയറിയതാണ് തൃശ്ശൂർ പൂരത്തിന് വന്നിട്ട്. ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം വന്നിട്ട് കയറാം. അതെന്താ അങ്ങനത്തെ ഒരു വാക്കാണ്. 3 പ്രാവശ്യം കയറി. ഞാൻ ഒരു തവണയാണ് എന്നെ കൂട്ടി. ഞാൻ 3 വട്ടം കയറിയിട്ടുണ്ട് ഗൈസ്. അടുത്തതാണ് കയറാം. ഓക്കെ, നമ്മൾ നാളെ വരും. പൂരം പോലെ ഇല്ലേ? ഓ, സൂപ്പറായിട്ട് സെറ്റപ്പ്, നല്ല സെറ്റപ്പാണ്. കഴിച്ചപ്പോൾ നമ്മൾ വടക്കനാൻ്റെ അമ്പലത്തിൽ നിന്ന് പോകാൻ പോണേ. നമ്മൾ അടുത്തത് നമ്മൾ പോകുന്നത് കുട്ടപ്പായൻ്റെ തട്ടുകടയ്ക്കാണ്. അവിടെ എത്തിയിട്ട് എന്തൊക്കെയുണ്ട് പരിപാടി നമുക്ക് അവിടെ നോക്കാം. ഓക്കെ, നമ്മൾ എവിടേക്കാണ് പോണേ? ആദ്യം നമ്മൾ കുട്ടപ്പായൻ്റെ തട്ടുകടയിൽ എത്തിയിട്ട് നമുക്ക് ബാക്കിയുള്ള വിശേഷം കാണാം. കുട്ടപ്പായൻ്റെ കട ക്ലോസ് ആയിരിക്കണം. ഇതാണ് കുട്ടപ്പായൻ്റെ കട. ഞങ്ങൾ രണ്ടാളും വന്ന ഇന്നെന്താണ് ക്ലോസ് ആയി പറഞ്ഞത്? ഈസ്റ്ററായിട്ട് ക്ലോസ് ആയിരിക്കണമെന്ന് പറയുന്നത്. ഇതിനു വേണ്ടി ഒരുക്കിയത് എൻ്റെ പേര്. ഏറ്റവും മെയിൻ കൊച്ചി പോവാന്നുള്ളതാ. കുട്ടപ്പായൻ്റെ തട്ടുകട വിട്ട ഇനിയിപ്പോൾ മന്തി കഴിക്കാൻ വേണ്ടി കൊച്ചിയിൽ. എന്താ അഭിപ്രായം? ഇതാണ് ഒറ്റ മെയിൻ ഗൈസ്. പെട്ടെന്ന് തീരുമാനങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കും. കുട്ടപ്പായൻ്റെ കട അടുത്തിരിക്കുന്നത് നമ്മൾ കൊച്ചിയിലേക്ക്. ഓക്കെ, കൊച്ചി പോയിട്ട് മന്തി. ഓക്കെ, കൊച്ചി ഓക്കെ. കൊച്ചിക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ വിശന്നപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി നിൽക്കുന്നു. എന്താണ് കഴിക്കുന്നത്? നമ്മളിപ്പോൾ ബിരിയാണിയാണ് കഴിക്കുന്നത്. കഴിച്ചിട്ട് നമ്മൾ ഇനി യാത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ എത്ര കിലോമീറ്റർ? ഒരു 35 കിലോമീറ്റർ അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഓക്കെ, ചിക്കൻ ബിരിയാണി കഴിപ്പ് തുടങ്ങി. കഴിച്ചിട്ട് വരാം. കഴിച്ചതാ നമ്മൾ ജങ്കാറിൽ പോയാൽ മാത്രമാണ് ഫോർട്ട് കൊച്ചിക്ക് എത്തുക, അല്ലെങ്കിൽ കറങ്ങിപ്പോണം. കഴിച്ച് എന്താ ചെയ്യുക? എന്താ ജങ്കാറുകളൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട്. ഇതെന്താ ലോഡ് ചെയ്യണം? മണലാണ് തോന്നുന്നു. നമ്മൾ മറൈൻ ഡ്രൈവിൽ എത്തിയിട്ടുണ്ട്. ഫോർട്ട് കൊച്ചി പോകുക പറഞ്ഞാൽ നമ്മുടെ ജങ്കാറ് പ്രവർത്തിക്കുന്നത് 9 മണി വരെ മാത്രമാണ്. അപ്പോൾ നമ്മൾ നേരെ വന്നിരിക്കുന്നത് മറൈൻ ഡ്രൈവിലാണ്. ഇവിടുത്തെ കാഴ്ചകൾ എങ്ങനെയാണെന്ന് നോക്കട്ടെ. നമ്മൾ ഫസ്റ്റ് ടൈമാണ്
ഫോർട്ട് കൊച്ചിയിൽ ഒരിക്കൽ പോയിട്ടുണ്ട്. മറൈൻ ഡ്രൈവ് ഫസ്റ്റ് ടൈമാണ്. നമുക്ക് നോക്കാം. ഇവിടെ നിന്ന് കപ്പൽ കറക്റ്റായി കാണുന്നുണ്ട് ഗൈസ്. കപ്പലില്ല, അതെന്താണ്? ഷിപ്പ്. ഷിപ്പ് അവിടെ ഓരോ ജ്യൂസ് കുടിക്കാത്ത കാരണം പൈനാപ്പിൾ ജ്യൂസാണ് പറഞ്ഞിരിക്കുന്നത്. 12:30 പോലീസ് വന്ന് എല്ലാവരെയും മാറ്റിക്കൊണ്ടിരിക്കുന്നു. നമ്മളും പോയിക്കൊണ്ടിരിക്കുന്നു. അല്ലേ, പോലീസൊക്കെ അവിടെ മാറ്റിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ പോകുന്നു ഗൈസ്. ഓക്കെ, മറൈൻ ഡ്രൈവ് എന്ന് ഗൈസ്. അപ്പോൾ നമ്മൾ ഓരോ ബൂസ്റ്റ് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉറക്കം വന്നിട്ട് വയ്യ. ബൂസ്റ്റ് കുടിച്ചിട്ട് പറഞ്ഞാൽ അതിന് നടക്കില്ല. എവിടെയെങ്കിലൊക്കെ ഉറങ്ങും. വേണ്ടി വന്നിട്ട് കിടക്കാൻ സാധ്യതയുണ്ടായി. നമ്മൾ രണ്ടാളും ബസ് സ്റ്റോപ്പ് ഇതാണ്ട ബസ് സ്റ്റോപ്പ്. അവിടെ വണ്ടി നിർത്തിയിട്ടുണ്ട്. ഗായ്സ്, അമ്പിളി മാമിനെയും നോക്കിയിട്ട് പാതയോർത്ത് കിടക്കുകയാണ്. എവിടെ കിടക്കുന്നത് പറഞ്ഞാൽ പാലാരി വട്ടം പാതയോർത്ത്. വണ്ടിയൊക്കെ അവിടെയുണ്ട്. ഫ്ലാഷ് ഓണാണല്ലോ, 5 ഉള്ളൂ ചാർജ്. അതുകൊണ്ട് ഓക്കെ, വണ്ടികളൊക്കെ അവിടെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ രാത്രിയെ പുറപ്പെട്ടു. അവിടെ കടന്നിട്ട് ഒരേ കൊതുകടി. നമ്മൾ എത്ര ഓടി പിടിക്കാൻ പറ്റുമോ? വീട്ടിലേക്ക് ഇവിടുന്ന് 116 കിലോമീറ്റർ ഉണ്ട്. ഇപ്പോൾ ആലുവ അങ്കമാലി അങ്ങനെ വേണം പോകണമെങ്കിൽ. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, ഭയങ്കര ടോൾ പാസിൻ്റെ എവിടെയാണ്. ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയാണ്. ഇപ്പോൾ സമയം കൃത്യം 5 മണിയായി. ചായ കുടിച്ച് നമ്മുടെ ആൾ ഒരു ബോർബോൺ ബിസ്ക്കറ്റൊക്കെ വെച്ച് ഒരു കടത്താം. അങ്ങനെ ഇരിക്കുകയാണ്. ഇഷ്ടംപോലെ ലോറികൾ അവിടെ ഉണ്ട്. ഉറക്കം വന്നിട്ട് വയ്യ. കൊതുക് അടിക്കുന്ന തൊട്ട് അവിടെ നിന്ന് വിട്ടു. ഇപ്പോൾ പന്നിയങ്കര തിന്നിയൊന്നും കൂടി ഇവിടെ റെസ്റ്റ് ചെയ്തുകൊണ്ട് നേരെ വീട്ടിലേക്കും വിട്ടാൽ ഓക്കെ. പോയി ഉറങ്ങട്ടോ, അങ്ങനെ നടക്കില്ല. ഓക്കെ.